ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കപ്പ പറിച്ചത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയത്, ഇതൊക്കെ വീഡിയോ എടുക്കണ്ടേലേന്ന്. ഇതേ കണ്ട, ബക്കറ്റിനകത്ത് ഉണ്ട് കേട്ടോ. ഇവിടെ കഴുകിക്കൊണ്ടിരിക്കണ് കണ്ട. ഒത്തിരി കപ്പ ഇട്ടിട്ട് നല്ല കപ്പ, നല്ല ടേസ്റ്റ്. ഒരെണ്ണത്തുമെന്ന് കിട്ടിയ സാധനം ഉണ്ട് ഇതെല്ലാം. ഞാൻ തിന്ന് നോക്കിയിട്ടാ പറഞ്ഞത്. നോക്കി, കിടുക്കാച്ചി സാധനം. ഒരെണ്ണത്തുമെന്ന് കിട്ടിയ സാധനം ഉണ്ടോ ഇത്രയും. പിന്നെ എന്നിട്ട് ഇവിടെ ഒരാള് പുല്ല് ചെത്തണമെന്നും പറഞ്ഞ് കാണിച്ചിട്ടേക്കാണ്. ഇതേപോലെ അടിപൊളിയായിട്ട് പുല്ല് ചെത്തി തരാനാണെങ്കിൽ, ആരെങ്കിലും ഇതേപോലെ ചെത്തി തന്നെങ്കിൽ ഇയാളെ വിളിച്ചാൽ മതി. അടിപൊളിയായിട്ട് പുല്ല് ചെത്തി തരുന്നതാണ്, കുഴിയൊക്കെ കുഴിച്ച് തരുന്നതാണ്. എടാ, ഈ പുല്ലും കൂടി ഒന്ന് വെട്ടി കാണിച്ചു കൊടുത്തേടാ അവർക്ക്. എടാ, ഇതൊന്ന് വെട്ടി കാണിച്ചു കൊടുത്തേടാ. എങ്ങനെയായിരുന്നു നേരത്തെ അടിപൊളിയായിട്ട് വെട്ടി കാണിച്ചു തന്നതാണ്. ഇതിങ്ങനെ അതന്നെ ഇങ്ങനെ റൗണ്ടില് വെട്ടിത്ത. റൗണ്ടില് ഇപ്പൊ സെറ്റായിട്ട്. എടാ, പുല്ലുണ്ടടാ. എടാ, അവന് വേർപ്പിന്റെ അസുഖം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു, പണിയെടുക്കരുതെന്ന്. എന്റെ വെട്ടലാണ് കാണുന്നത്. അവിടെ ഇവിടെ ഒക്കെ ഇട്ടങ്ങാട് വെട്ടും. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഒരുത്തൻ വണ്ടി മേടിക്കാന്ന് പറഞ്ഞോണ്ട് വണ്ടി കയറ്റാൻ സ്ഥലമില്ലാന്ന് കണ്ടതേ. ഇത്രയും വിറ്റത് നല്ല ഇങ്ങനെ അങ്ങാട് എടുത്ത് അങ്ങാട് കയറ്റി വെക്കാനുള്ളു വണ്ടി. എടുക്കുന്ന വണ്ടി അറിയോ? പള്ളിപ്പെരുന്നാളിന്റെ BMW. പള്ളിപ്പെരുന്നാളിന്റെ BMW ഇവിടെ ഇടാൻ പോവാണ്. അതല്ല, നമ്മള് വെന്റിനൊക്കെ കാർ എടുക്കുമ്പോ എടുത്ത് ഇങ്ങോട്ടും കയറ്റി ഇടണ്ടേ, അതാണ് പറഞ്ഞത്. അത് ശരിയാടാ, സ്കൂട്ടറിൽ നിന്ന് കൊണ്ടുവന്ന സാധാ കാറൊക്കെ. അവന്റെ പണി കണ്ടിട്ട് എനിക്കങ്ങ് ഇവിടെ ഇരിക്കുന്ന ചീനി എടുത്ത് അവന്റെ തലയെ വെച്ച് കൊടുക്കാൻ തോന്നുന്നു. വേർത്ത് കുളിച്ച ആവശ്യതയായി. ഇതേപോലെ എന്തോരം സിനിമകളില് ടോവിനോയുടെ അനൂപ് മേനോന്റെ നടുവിൽ നിന്ന് അരമണിക്കൂർ പണി 5 മിനിറ്റ്, വർത്താനം അരമണിക്കൂർ. പൈസ തന്നില്ല. അമ്മയോട് നോക്കി. ഞങ്ങൾക്ക് ബംഗാളികളുടെ ട്രൂപ്പുണ്ട്. പളിന്നായിരിക്കും പേര്. അടാ, അടിപൊളി ചീനിയാണ്. അതെ, ഇതാണ് ഏറ്റവും അടിയിലിരുന്ന് വെച്ചാൽ വലിയൊരു സാധനം. മറ്റേതൊക്കെ ചെറിയതായിട്ട് ഒടിച്ചൊക്കെ എടുത്ത്, ഇത് ഭയങ്കര വലിയതായിട്ട് തന്നെ എടുത്ത്. ഇതിനകത്ത് ചീനി ഏതാണ് കപ്പ ഏതാണ് നിന്റെ തല ഉള്ളതാണ്ട് ഏതാന്ന് മനസ്സിലാവണില്ല. തലയും ചീനിയും കൂടി ഒന്നിച്ചിരിക്കുന്ന പോലെ എല്ലാവർക്കും അറിയാം കേട്ടോ. എവരെ പണിയാ അറിയത്തില്ല. അതാ മുടി നോക്കിയപ്പോ പെണ്ണാന്ന് വിചാരിച്ച്. മുടിയൊക്കെ നോക്കി നടന്നു കഴിഞ്ഞാൽ സീനാവും കേട്ടോ. ഒന്ന് വരുമോ? ഒരു 5 മിനിറ്റ് പണിയുണ്ട്. ചായ ഇവരെ നോക്കിയിട്ട് ഭയ വിചാരിച്ച് പെണ്ണാന്ന്. മൂച്ചയില് മീശുണ്ട്. വഴിക്കോട് പോകുന്ന വയ്യാവയിലേക്കാ. അണ്ടാ, ഇത്രയും ചെയ്തട്ടാ, ഇത്രയും ഇത് എടുത്ത് അവന്റെ തലയിലോട്ട് വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും വൃത്തിയാക്കിയത്. അതല്ല ഞാൻ കാണിച്ചത് ഇത്രയും കണ്ട മതി കേട്ടോ. അവന്റെ അയ്യടാ, ഇത്രയും അവനെ കൊണ്ട് അവന്റെ ഞാൻ ചെയ്തിട്ട് അവന്റെ തലയിൽ വെച്ച് കൊടുക്കരുത്. പച്ചപ്പുള്ള മണ്ണ എടുത്തത്.
എന്തിനാണോ ആൾക്കാരൊക്കെ ഇങ്ങനെ പറമ്പൊക്കെ മേടിച്ചിട്ട് മനുഷ്യനെ കഷ്ടപ്പെടാം. അത് തന്നെ അവരുടെ വീട്ടാണ് വീട് മൊത്തം ടൈൽസ് ഇട്ട് അങ്ങനെ പുല്ല് കൊണ്ട് പിടിപ്പിക്കാൻ സെറ്റല്ലേ. ഒരു പുല്ലും മറിക്കണ്ട, പോച്ചാൻ മറിക്കണ്ട. കാറ് ദേഷ്യം അങ്ങനെ നമ്മുടെ പുല്ല് പറിക്കൽ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എന്താ എങ്ങനെയൊക്കെ വെട്ടറിയുന്നാവും എവിടെ അറിയില്ല, ഇങ്ങനെയൊക്കെയോ ആക്കി കഴിഞ്ഞു. ആ റൗണ്ട് കണ്ടാ തെണ്ടി, ഞാൻ പറയാ റൗണ്ട് മൊത്തം ക്ലിയർ ആക്കാൻ പറഞ്ഞപ്പോ അവൻ റൗണ്ട് അടിച്ച് കഴുകി വെച്ചിട്ടുണ്ട്. ഒരു മുറം നടക്കുന്നുണ്ട് മൊത്തം കഴുകി. ഇത്രയുണ്ട്, ഒരു മുറം ചീനിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കപ്പ പറിച്ചിട്ട് നമുക്ക് കിട്ടിയേക്കുന്നതാണ് കേട്ടോ ഒരു മുറം കിട്ടിയിരിക്കുന്നത്. കണ്ടാ നല്ല കപ്പയുണ്ട്. ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്തതാണ്, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു കയ്പൂല ഒന്നുമില്ല. ഞാൻ കഴിച്ച് എടി പൊട്ടി, ഞാൻ പറിച്ചപ്പോൾ തന്നെ എടുത്ത് കഴിച്ച്. കണ്ട എൻ്റെ കൊച്ചിൻ്റെ ഡാൻസ് ഉണ്ട് 24-ാം തീയതി നാടോടി നൃത്തം. എങ്ങനെയുണ്ട് നിങ്ങളുടെ സ്കൂളിലെ ഡാൻസ് പ്രോഗ്രാമൊക്കെ പഠിച്ചു കഴിഞ്ഞത്? പറയോ? മനസ്സില്ല, പുറത്ത് പറയാൻ പാടില്ലെന്ന് ഞങ്ങളെ ടി വി നിയമം പറയത്തില്ല. അതെന്ത് നിയമം? പുറത്ത് പറയാൻ പാടില്ലെന്ന് പറയത്തില്ല. അപ്പൊ കണ്ടാ മതി. ഇപ്പൊ ഇതിനിപ്പോ പറയുന്നേ അപ്പനാ? ഏതപ്പം ഒന്ന് കാണാൻ? അപ്പം കണ്ടാ മതി. ഇത് എന്നെ തന്നെ കാണിച്ചോണ്ടിരിക്കുന്നേ. അല്ല, ഞാൻ സൗന്ദര്യം കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചാണ്. സൗന്ദര്യം ഇപ്പൊ കാണിക്കണ്ട, അങ്ങ് ഇഷ്ടം പോലെ ഇത് വെട്ടി അരിഞ്ഞ് നമുക്ക് അവൻ കാത്തിരിക്കായിരുന്നു എന്തെങ്കിലും കേൾക്കാനായിട്ട്. കണ്ട ചെയ്ത് വെച്ചത് ഞാൻ നന്നായിട്ട് കാണിച്ചു തരാം. ഇതേ കണ്ടാ പോച്ചെല്ലാം ചെത്തിന്ന് പറയണ്. അവൻ വേർത്ത് കുളിച്ചത്. വല്ല പണി എടുക്കണോടാ വല്ലപ്പോഴും. ഈ ഇരുന്നുള്ള പണിയാണ് നിനക്ക് ഇത്. ഇരുന്ന് മാത്രമല്ല, ആ തൂമ്പയൊക്കെ നന്നായിട്ട് കഴുകട്ടോ. അതെന്റെ കാര്യം. അവ സിനിമയിൽ ഇരുന്നാണല്ലോ ജോലി എടാ നിന്റെ ആ മുടി ഒന്ന് മര്യാക്കിട്ടേടാ. നിന്റെ തലമണ്ട കാണുന്നില്ല. തലമണ്ട അല്ല, മോന്ത കാണുന്നില്ല. കപ്പ പറിച്ച എക്സ്പീരിയൻസ് പറയൂ ശാലേ. എക്സ്പീരിയൻസ് ഒന്നും എന്റെ പൊന്നൊന്നും പറയണ്ട. ഒരു മുടി ഇനിയുണ്ട്, 40 ആൾക്കാരുടെ ബലവും ഉണ്ട്. 40 ആൾക്കാരെന്ന് പറയുമ്പോ 40 ആനാന്ന് കിട്ടും. ചേനാന്ന് പറയുമ്പോ ആനാന്ന് കേൾക്കുന്നവനാണ്. നമ്മള് പണി എടുത്തില്ലല്ലോ, ഉഴപ്പ് കാണിച്ചാലും നമ്മുടെ പണിയാകത്തെ നമ്മള് കഴുകി വൃത്തിയാക്കി നമ്മളാക്കും. അപ്പൊ ഉഴപ്പ് കാണിച്ചെന്നറിയില്ല, ഉഴപ്പാണെന്നല്ലേ പണിയാനവരെ അറിയാപ്പോ. ഇതിനേക്കാളും ഭേദം ഒരു പശുവിനെ അഴിച്ചുവിടാണെങ്കിൽ ഇതിനേക്കാളും വൃത്തിയായിട്ട് കാല് കൊണ്ടിട്ട് വൃത്തിയായി നല്ലോണം മെനയാക്കി തന്നാനെ. ഇത് കാണിച്ചു വെച്ചേക്ക് നോക്ക്. എന്താ ഒരാള് പുല്ല് ചെത്തിയേക്കുന്നത് കാണണം. ഇനി ആവുമ്പോ പുല്ല് നാണിക്കും, കാരണം അവിടുന്ന് പിടിച്ചു തരണം. ഒത്തിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ വീഡിയോ. ഇനി എന്താ അതേ കപ്പ, ഒരു സെറ്റ് കപ്പയുണ്ട്. എന്താ നല്ല അടിപൊളി ഫ്രഷായ കപ്പയാണ്. ഒരു കയ്പുമില്ല, ഒന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു കഷ്ണം തിന്ന് നോക്കിയിട്ടാണ് ഞാൻ പറയണേ, അതുകൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് പറയുന്നത് കേട്ടോ. നല്ല അടിപൊളി ഫ്രഷ്. കഴിച്ചു നോക്ക് വിശാലം കേട്ടോ, പറ കയ്പുണ്ടാ ഇല്ലേ? നല്ലതല്ലേ? സെറ്റ് പറഞ്ഞേ. പച്ചക്ക് തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അപ്പം ഇത് കപ്പയും കാന്താരി ചമ്മന്തിയും, നാളെ എല്ലുമുട്ടിയും മേടിച്ച് കപ്പയും ബീഫും എല്ലുമുട്ടിയും കൂടി ഇട്ട് സെറ്റാക്കണം. അപ്പം ഇതാണ് ചെറിയൊരു വീഡിയോ ഉള്ളൂ. ഓക്കെ ബൈ. എടാ എങ്ങനെയുണ്ടെന്ന് പറയടാ. ഓക്കെ ബൈ. എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോൾ കപ്പ തിന്നത് വായി സൂപ്പർ, ഒന്നും പറയാനില്ല, രക്ഷയില്ല. ആ ശരി ഓക്കെ. ഞങ്ങൾ വീഡിയോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കാണിക്കാനായിട്ട്. അത് ഞാനൊരു ചെറിയ വീഡിയോ ഇടാം.